എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ചിക്കൻ ഫ്രൈ ആണ്. ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ നെയ്ച്ചോറും ചപ്പാത്തിയും അപ്പവും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാല ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 കിലോ അളവിൽ ചിക്കനെ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ് കേട്ടോ. 1 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കരുത്. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ അത്യാവശ്യം ഒരു കളറും കിട്ടും, എന്നാൽ ഒരുപാട് എരിവും ഉണ്ടാവത്തില്ല. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഇത് ചിക്കൻ മസാലയാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ വേണ്ടത്. ഇതൊരു നാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പകുതി ഒരു നീരാണിത്. അപ്പോൾ ഒരു നാരങ്ങ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഏകദേശം ഒരു 30 മിനിറ്റോളം നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ ഏറ്റവും കുറഞ്ഞതാണ് ഒരു 30 മിനിറ്റ്. ഒരു 1-2 മണിക്കൂറൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു മസാല ചിക്കനിലേക്ക് പിടിച്ചിട്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 1-2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള ഇതുപോലെ ഒരു മല്ലി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ചും കൂടി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ 3 വറ്റൽമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് കേട്ടോ, വലിയ ജീരകമല്ല, ചെറിയ ജീരകം ഇതുപോലെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയ 2 കഷ്ണം കറുവപ്പട്ടയും 3 ഗ്രാമ്പുമാണിത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിനി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും മല്ലിയുടെയൊക്കെ ഒരു നല്ലൊരു മണം വരും. അപ്പോൾ ഒരു മല്ലിയുടെയൊക്കെ മണം നന്നായിട്ട് ഇതുപോലെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം തന്നെ ഇത് കണ്ടില്ല ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എണ്ണ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണ എടുത്തൊന്ന് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ആ ഒരു വെള്ളവും കുരുവും എല്ലാം കളഞ്ഞിട്ട് ആ ഒരു കട്ടിയുള്ള ഒരു ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു തക്കാളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ഒന്ന് പരുവത്തിനാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ഒരു തക്കാളി നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ തക്കാളി ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന ഒരു മല്ലിയൊക്കെ ഇല്ലേ, ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അരപ്പ് കഴുകിയ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഈ ഒരു അരപ്പ്. ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് കുറച്ച് സമയം നമ്മളൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്, അതായത് മസാലയുടെ ഒരു കുത്തുന്ന ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മളൊരു ടേസ്റ്റ് ബാലൻസിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. ആദ്യം നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഒരു പാകമാണെങ്കിൽ
പിന്നീട് ചേർത്ത് കൊടുക്കേണ്ട ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു ചിക്കനിലെല്ലാം തന്നെ ഒരു മസാല നല്ല പോലെ തന്നെ പിടിക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ പരുവത്തിന് നമുക്കിത് കിട്ടണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലെ മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി നല്ല ഡ്രൈ പരുവത്തിനൊന്ന് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മസാല ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഒരേ രീതിക്കൊക്കെയാണ് ചിക്കൻ വെക്കുന്നതെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമുക്കിത് സാധാ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറും ചപ്പാത്തിയും അപ്പവും പൊറോട്ടയും എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.